ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷ് സുജാതയുടെയും സാഗറിന്റെയും യഥാർത്ഥ മകനാണെന്ന് മരിയും മധുറും കൂടി സാഗറിന്റെ വീട്ടിലേക്ക് വന്ന് പറയുന്നുണ്ട്. സത്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം മധുറും മരിയും കൂടി അവിടെ നിന്നും പോവുകയാണ്. സുജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ ഇപ്പൊ തന്നെ കൃഷിനെ വിളിക്കേ, അവനോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ, എനിക്കിപ്പോ അവനെ കാണണം, അവന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം എന്നെല്ലാം സുജു അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇതറിഞ്ഞാൽ ക്രിഷ് സാർ എന്തായാലും സന്തോഷിക്കും. ആ സന്തോഷം കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ട അലിക തിരിച്ചു പിടിക്കണം, ചെയറിൽ അച്ഛനെ തിരിച്ചു കൊണ്ടുപോയി ഇരുത്തണം. ആ 2 ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ക്രിഷ് സാറിന്റെ മനസ്സിലുള്ളത്. വേണമെങ്കിൽ നമുക്ക് ആ തീരുമാനങ്ങളെല്ലാം ഇല്ലാതാക്കാം, സത്യങ്ങളെല്ലാം പറഞ്ഞ്. പിന്നീട് ക്രിഷ് സാറ് നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടപ്പെട്ടവരായി മാറും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കാര്യവും ഉണ്ടാവില്ല. പിന്നീട് അലികയുടെ സ്വപ്നങ്ങളും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട തിരിച്ചടികളെ കുറിച്ചും ക്രിഷ് സാറോ ഒന്ന് ചിന്തിക്കുക പോലുമില്ല. ഇതോടെ എല്ലാം അവസാനിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഈ സത്യം നിങ്ങളാരും അറിഞ്ഞതായി ഭാവിക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്രിഷ് സാർ എന്തായാലും എല്ലാം തിരിച്ചു പിടിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ, അതുവരെ നമുക്കിതെല്ലാം മറച്ചു പിടിക്കാമെന്ന് കൺമണി അങ്ങനെ പറയുകയാണ്. എന്നാൽ സുജു ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. എനിക്കെന്റെ മോനെ ഇപ്പൊ തന്നെ കാണണം, ഇനി ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു മഹാപാപിയാണ്. എന്റെ കുട്ടിയോട് ഞാൻ ദേഷ്യപ്പെട്ടും അവനോട് വഴക്കു പറഞ്ഞും ഇവിടെ നിന്നും ഇറക്കി വിട്ടു. അതിനെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്തേ മതിയാവൂ. അവനെ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്നൊക്കെ കരഞ്ഞങ്ങനെ സുജു പറയാണ്. എന്നാൽ കൺമണി പറഞ്ഞതിന്റെ ഗൗരവം സാഗറിനും ആന്റിയമ്മയ്ക്കും മനസ്സിലാവുകയാണ്. അവരെന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട്, സുജു, കൺമണി ഇപ്പൊ പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ക്ഷമിക്കാം, അതുവരെ നീയൊന്ന് സമാധാനപ്പെടുകയെന്ന് അവരങ്ങനെ പറഞ്ഞ് സുജുവിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് അവിടെ നിന്നും കൺമണിയും ആന്റിയമ്മയും കൃപയും മാറുന്നുണ്ട്. സുജു ആണെങ്കിൽ സാഗറിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയാണ്. സാഗർ എന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും നമ്മുടെ മോനെ തിരിച്ചു കിട്ടിയില്ലേ, നീ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യ് സുജു എന്നങ്ങനെ പറഞ്ഞ് സുജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കൺമണിയാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ആകെ സന്തോഷത്തിൽ ദേവ്ജിയുടെ വീട്ടിലേക്ക് ഓടിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. കോളിംഗ് ബെല്ലടിച്ച് ദേവ്ജി വാതിൽ തുറക്കുന്നതും കൺമണി വളരെ സന്തോഷത്തോടെ ക്രിഷ് സാർ ഇല്ല ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ദേവ്ജി അപ്പോൾ അവൻ റൂമിലുണ്ടെന്ന് പറയുന്നതും കൺമണി ദേവ്ജിയോടൊന്നും പറയാതെ ബാഗ് ഡൈനിങ് ടേബിളിൽ വെച്ച് കൃഷിന്റെ റൂമിലേക്ക് ഓടി പോവുകയാണ്. കൃഷിനെ കാണുന്നതും കൺമണി അങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അങ്ങനെ പങ്കുവെക്കുകയാണ്. കൃഷി അപ്പോൾ എന്തു പറ്റി കൺമണി, എന്താണ് നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. കൺമണി ഇപ്പോൾ ഒന്നുമില്ല സാർ എന്ന് പറയുന്നുണ്ട്. ദേവ്ജി അപ്പോഴേക്കും കൃഷിനെ വിളിക്കുകയാണ്. അങ്ങനെ കൃഷിയും കൺമണിയും ദേവ്ജിയുടെ അടുത്തേക്ക് ഹാളിലേക്ക് പോവുകയാണ്. എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ കൃഷിയെ കൺമണി ഓടിപ്പിടിച്ച് വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എനിക്കറിയില്ല സാർ, ഞാനും അതാണ് ചോദിക്കുന്നത്. അല്ല കൺമണി, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് സാറിന്റെ അടുത്തേക്ക് വരണമെന്ന് തോന്നി. ഇനി എന്തായാലും ക്രിഷ് സാറ് എവിടെയും തോൽക്കാൻ പോകുന്നില്ല. എനിക്ക് ഉറപ്പായി ദൈവം ക്രിഷ് സാറിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം നടക്കും എന്നങ്ങനെ കൺമണി കൃഷിന്റെ കൈ പിടിച്ചു അങ്ങനെ പറയാണ്. കൃഷി അപ്പൊ ചോദിക്കുന്നുണ്ട്, താൻ വരുന്ന വഴിക്ക് വല്ല ജോൾസിനെ കണ്ടോ അതോ വഴിയിലിരിക്കുന്ന വല്ല കൈനോട്ടക്കാരെയും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. മണിയപ്പ പറയുന്നുണ്ട്, ഞാൻ ആരെയും കണ്ടില്ല, പക്ഷേ ദൈവം തീരുമാനിച്ച കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ മുൻകൂട്ടി അറിഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവ്ജിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്, അല്ല കൺമണി, നീ വഴിതെറ്റി വല്ല മതപ്രഭാഷണത്തിനും പോയോ എന്നങ്ങനെ ചോദിക്കുകയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, ഒന്നും ഉണ്ടായില്ല. ക്രിഷ് സാറ് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതെല്ലാം നടക്കുവോ പൂർത്തിയാവോ എന്നൊക്കെ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നടക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അതിനുള്ള ഒരു കാരണം കുറച്ചു മുന്നേ ഉണ്ടായി. ചിലപ്പോൾ നമുക്ക് ശത്രുക്കളെല്ലാം ഉണ്ടാവാം, എല്ലാം നമ്മുടെ മുന്നിൽ ജയിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ കാലാകാലത്തേക്ക് ഒന്നും നിലനിൽക്കില്ല, ശത്രുക്കളൊന്നും ജയിക്കാനും പോകുന്നില്ല എന്ന് കൺമണി അങ്ങനെ പറയാണ്. കൃഷ് ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ദേവ്ജിയോട് പറയുന്നുണ്ട്, ദേവ് സാർ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കൺമണി ഏതോ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നത് മാത്രമല്ലല്ലോ നമുക്ക് മോട്ടിവേഷൻ തരുന്നത്, ചില കാഴ്ചകൾ കാണുമ്പോഴും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, അങ്ങനെ ഒരു കാരണമാണ് എന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, എന്തായാലും കൺമണിക്കിപ്പോൾ ഉണ്ടായ ഈ സന്തോഷമില്ലേ, അതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവും, ആ കാരണം എന്തായാലും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നങ്ങനെ ദേവ്ജി പറയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, എന്തായാലും ശരി, എനിക്കൊരു ബ്ലാക്ക് ടീ വേണം, നീ വന്നതല്ലേ, ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ കൺമണി ആ ശരിയെന്ന് പറഞ്ഞ് ദേവ്ജി എൻ്റെ കൂടെ ഒന്ന് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ കൃഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദേവ്ജിയെ വിളിച്ച് അടുക്കളയിലേക്ക് പോവുകയാണ്.
കൃഷ് സാഗറിന്റെയും സുജുവിന്റെയും യഥാർത്ഥ മകനാണെന്നുള്ള ആ സത്യം ദേവ്ജിയോട് പറയാനാണ് കൺമണി അങ്ങനെ ദേവ്ജിയെ കൊണ്ടുപോകുന്നത്. പിന്നീട് റൂമിൽ നിന്നും സാഗറും സുജുവും വരുന്നുണ്ട്. ആന്റിയമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ്. സാഗറാണെങ്കിൽ ഒന്നും മിണ്ടാതെ മാറി അങ്ങനെ നിൽക്കുന്നുണ്ട്. സുജു എന്നിട്ട് ആന്റിയമ്മയുടെ അടുത്ത് പോയി ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചിയമ്മേ, ഞാൻ കാര്യങ്ങളെല്ലാം സാഗറിനോട് തുറന്നു പറഞ്ഞു. നീ ഒന്നും ചേച്ചിയമ്മ മനസ്സിലടക്കി വെക്കണ്ട എന്നങ്ങനെ സുജു പറയുന്നതും ആന്റിയമ്മ എഴുന്നേറ്റ് സാഗറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആന്റിയമ്മ എന്നിട്ട് സാഗറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അനിയൻകുട്ട, നീ എൻ്റെ മോനല്ലടാ. ഒരു കാരണവുമില്ലാതെ നിന്നെ ഞാൻ ചതിക്കുവോ? മനസ്സെന്നെ ആ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മുടെ കുടുംബത്തെ മാത്രമാണ്. നമ്മുടെ കൃപമോളെയാണ് ആലോചിച്ചത്. ചുറ്റുള്ളവര് അവളെ മാനം കെടുത്തിയിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ചതിച്ചവളുടെ വേഷം കെട്ടി നിന്റെ മുന്നിൽ നിന്നതാണ് എന്നെല്ലാം ആന്റിയമ്മ അങ്ങനെ സാഗറിനോട് പറഞ്ഞ് കരയാണ്. സാഗർ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി ചേച്ചിയമ്മേ, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും പരാതിയുണ്ട്. ഇത് കുറച്ച് മുന്നേ പറയണമായിരുന്നു എന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് എന്തിനാണ്? എന്നിട്ട് നീ അവരോട് പോയി ബഹളം വെച്ച് പകരം വീട്ടാനാണോ ഉദ്ദേശം? നിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മോളെ അവര് മാനം കെടുത്തില്ലേ എന്നങ്ങനെ ആന്റിയമ്മ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരനായി വിശ്വസിച്ചതാണ് ജയമോഹനെ. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എന്നെ ചതിക്കാൻ കണ്ടെത്തിയ മാർഗം നോക്കിയേ. എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ചാണ് അവര് കളിച്ചതെന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, എത്ര ദിവസമായി ഞാനൊന്ന് നേരെ ഉറങ്ങിയിട്ടെന്നോ? നിന്റെ കൺമുന്നിൽ വരാതിരിക്കാൻ ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുകയായിരുന്നു. നിങ്ങൾ ആരും കാണാതെ കരയുകയായിരുന്നു ഞാനെന്ന് ആന്റിയമ്മ അങ്ങനെ സാഗറിനോട് പറയാണ്. ഇതെല്ലാം കേട്ട് സാഗറാണെങ്കിൽ ആന്റിയമ്മയെ ചേർത്ത് പിടിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. സുജിയപ്പ സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ, എല്ലാ വീഴ്ചകൾക്കും ശേഷം നമുക്കൊരു തിരിച്ചുവരവുണ്ടായിരിക്കുകയാണ്. മനസ്സയ്ക്കും ജയമോഹനും ഇനി നമ്മളെ ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അവരുടെ വഴിക്ക് വിട്ടേക്കാം എന്ന് സുജി അങ്ങനെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ നമുക്ക് കഴിയൂ. നമ്മുടെ മോളുടെ ജീവൻ വെച്ച് നമുക്കിനി വിലപേശാൻ പറ്റില്ലല്ലോ എന്ന് സാഗർ അങ്ങനെ പറയുകയാണ്. ആന്റിയമ്മ അപ്പോൾ സുജുവിനോട് സാഗറിനോടും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്. മനസ്സിലെ വിഷമങ്ങളെല്ലാം മാറിയിരിക്കുന്ന സമയമാണിത്. കൃഷ്ണൻ നിങ്ങളുടെ മകനാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം അങ്ങോട്ട് നിങ്ങളുടെ മുഖത്ത് ചിരിയല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത്. നമുക്കിനി വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയ ചെറിയ സന്തോഷങ്ങളുമായി ഇങ്ങനെ അങ്ങ് പോയാൽ മതി. സാഗർ, നീ വിചാരിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ അപ്പുറത്ത് കൂടുതൽ ഉണ്ടാക്കാം. ചേച്ചിയമ്മയ്ക്ക് ആ ഉറപ്പുണ്ട് എന്നങ്ങനെ ആന്റിയമ്മ പറയുമ്പോൾ സുജു സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ, ഞാനൊന്ന് ദേവ്ജിയുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. കൺമണി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. പക്ഷേ എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണണം, അടുത്തു നിന്നൊന്ന് കാണണം, കുറച്ചു നേരം അവന്റെ കൂടെ ഇരിക്കണം എന്നങ്ങനെ സുജു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നീ പോയിക്കോ സുജു, നിന്റെ മാനസികാവസ്ഥ എനിക്കറിയാം, പോയി കണ്ടിട്ട് വായോ എന്ന് പറയാണ്. സുജു അങ്ങനെ സാഗറിനോടും ആന്റിയമ്മയോടും യാത്ര പറഞ്ഞ് ദേവ്ജിയുടെ വീട്ടിലേക്ക് കൃഷ്ണനെ കാണാനായി പോവുകയാണ്. പിന്നീട് സാഗർ അങ്ങനെ ആന്റിയമ്മയോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം തിരിച്ചു പിടിക്കും ചേച്ചിയമ്മേ. ചേച്ചിയമ്മയുടെ അനിയൻകുട്ടനാണ് ഈ പറയുന്നതെന്ന് സാഗർ അങ്ങനെ ആന്റിയമ്മയ്ക്ക് വാക്കു കൊടുക്കുകയാണ്. പിന്നീട് സുജു ദേവ്ജിയുടെ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തുന്നതും ഹാളിൽ കൃഷ് അങ്ങനെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ സുജു ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് കൃഷും കാണുന്നുണ്ട്. സുജുവിനെ കാണുന്നതും കൃഷിന് വളരെ സന്തോഷമാവാണ്. എന്നാൽ ഒരു നിമിഷം ചിരിച്ചുകൊണ്ട് മുഖം വല്ലാതാവുന്നുണ്ട് കൃഷിന്റെ. അങ്ങനെ സുജുവും കൃഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവ്ജി വരുന്നത്. എന്താ സുജാതെ, എപ്പോ വന്നു എന്ന് ദേവ്ജി അങ്ങനെ ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ ദേവ്ജി, ഞാൻ ഒരിടത്ത് പോയി മടങ്ങുന്ന വഴിയാണ്, അപ്പൊ ഒന്ന് ദേവ്ജിയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്നങ്ങനെ സുജു പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൺമണി വരുന്നുണ്ട്. കൺമണിയെ കാണുമ്പോൾ സുജു പറയുന്നുണ്ട്, ആ കൺമണിയോ, നീ എപ്പോ വന്നു? ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് സുജു അങ്ങനെ കൃഷ്ണനെ നോക്കി ചോദിക്കുകയാണ്. കൺമണി ഇപ്പൊ ആ അമ്മേ, ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് പറയുന്നുണ്ട്. സുജു എന്നിട്ട് ദേവ്ജിയോട് പറയുന്നുണ്ട്, ദേവ്ജി, എനിക്കെന്തോ പെട്ടെന്നൊരു തലവേദന പോലെ ഒരു കാപ്പി കുടിക്കണം എന്നങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അമ്മ ഇവിടെ ഇരിക്കെ ഞാൻ കാപ്പി ഇട്ടിട്ട് വരാമെന്ന് പറയാണ്. സുജു അപ്പൊ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ സുജുവിനെ വിളിച്ചുകൊണ്ട് കൺമണി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ദേവ്ജി അപ്പൊ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്താടോ തന്റെ അമ്മയുടെ അപ്രതീക്ഷമായ ഒരു വരവ് എന്നങ്ങനെ ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എനിക്കറിയില്ല ദേവ് സാർ, ഞാൻ എന്തായാലും ഒന്ന് പുറത്തു പോവട്ടെ, ചിലപ്പോ അമ്മയ്ക്ക് ദേവ് സാറിനോട് എന്തെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കാനുണ്ടാവും, അതിന് ഞാനൊരു തടസ്സമാവണ്ട എന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, നീ ചുമ്മാ അവിടെ ഇരിക്കേ എന്നങ്ങനെ പറയാണ്. അടുക്കളയിലാണെങ്കിൽ സുജു ആണെങ്കിൽ കൺമണിയോട് അങ്ങനെ പറയുന്നുണ്ട്, കൺമണി, എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരു സമാധാനവുമില്ല, പക്ഷെ അവന്റെ മുന്നിൽ വന്നപ്പോഴാണെങ്കിലോ എനിക്കൊന്നും പറയാനും കിട്ടുന്നില്ല എന്നങ്ങനെ സുജു പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, അമ്മേ, ഞാൻ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുജു ആ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ കൺമണിയാണെങ്കിൽ
ബ്ലാക്ക് ടീ ഉണ്ടാക്കാനായി പൊടിയിടാനായി പോവുകയാണ്. അപ്പോഴേക്കും അത് വാങ്ങിച്ചുകൊണ്ട് സുജു പറയുന്നുണ്ട്, അതെ അതിങ്ങ് തന്നെ, അവന് കാപ്പി ഇടുമ്പോഴുണ്ടല്ലോ അവന് കടുപ്പം കുറച്ച് കൂടുതലായി ഇടണമെന്ന് പറഞ്ഞ് സുജു വാങ്ങി ആ പൊടി ഇടുകയാണ്. കൃഷാണെങ്കിൽ അങ്ങനെ സുജു പറയുന്നതെല്ലാം കേട്ടതുപോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.